ഒരു 8 കൊല്ലങ്ങൾക്ക് മുന്നേ ടച്ച് ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം പഞ്ചായത്തിലൊക്കെ തെന്നിയും തെറിച്ചു മാത്രം ആൾക്കാർ മേടിച്ചിരുന്ന കാലം. പതിയെ പതിയെ വീട്ടിലും ഒരാൾ എന്ന എണ്ണത്തിലൊക്കെ അങ്ങനെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഈ ഫോണിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആൾക്കാർ ബാത്റൂമിൽ കയറുന്ന ഗ്യാപ്പിൽ നമ്മൾ ഈ ഫോണൊക്കെ ഒന്ന് തൊട്ട് നോക്കും, എടുത്തു നോക്കും. ക്ലാസ്സിൽ പോയിട്ട് പിള്ളേരോട് പറയും, എൻ്റെ വീട്ടിൽ അച്ഛനും വാങ്ങിച്ചു ടച്ച് ഫോൺ, ഞങ്ങൾക്കും ഉണ്ട് ടച്ച് ഫോൺ എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പ് എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനകത്ത് വാട്സപ്പുള്ള ഫ്രണ്ട്സിനെ അവരുടെ വീട്ടുകാരുടെ നമ്പർ നമ്മൾ ബുക്കിനകത്ത് എഴുതിയിട്ടുകൊണ്ട് വന്ന് സേവ് ചെയ്തിട്ട് അതിനകത്ത് ഹായ് ഹലോ ഒക്കെ അയക്കുന്നു. കൂലങ്കഷമായി ചിന്തിച്ച് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഏത് ഇമോജി ഇടണം എന്നൊക്കെ ആലോചിക്കുന്നു. പിന്നെ കുടുംബ ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളും ഒക്കെ ആദ്യമായിട്ടുണ്ടാകുന്നു. അങ്ങനൊരു കാലം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഫോണിൻ്റെ അന്നത്തെ ഉടമസ്ഥർക്ക്, അതായത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതൊന്നും ഉപയോഗിക്കാനൊക്കെ ഒരു ശ്രമങ്ങൾ പോലും നടത്തുന്നത്. ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ ഫോൺ എടുത്തു ടൈപ്പ് ചെയ്യുന്നു, സ്ക്രീൻ ഇങ്ങനെ നീക്കുമ്പോൾ ഒക്കെ നീങ്ങുന്നു. ഇതൊക്കെ നമ്മളിലൊരു സന്തോഷം ജനിപ്പിച്ചിട്ടുണ്ട്. ആ സന്തോഷം നല്ല രീതിയിൽ നമ്മുടെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു. അപ്പോൾ ചിരിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നു. എന്തുവാ ഈ കുന്തറാണ്ടത്തിനകത്ത് നോക്കി ഇത്രയും ചിരിക്കാൻ? അന്നൊരു സംസ്കാരശൂന്യമായ ഒരു ആക്റ്റായിട്ടാണ് പലരും അതിനെ നോക്കി കണ്ടത്. പലരും. പക്ഷെ ഇപ്പം എന്ത് ചെയ്യാൻ? ഇപ്പോൾ 12 മണിയായിട്ട് ഇവിടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടൊന്ന് ഉറങ്ങാൻ കിടന്നാലും 1 മണിക്കൂറത്തേക്ക് മനുഷ്യനൊരു സ്വസ്ഥതയില്ല. ഒരു നിശബ്ദമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെ കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ഹാളിൽ നിന്നും കിടക്കുന്നിടത്തു നിന്നും ബാത്റൂമിനകത്ത് നോക്കാൻ അങ്ങ് അട്ടഹാസ ചിരികളാണ് കേൾക്കുന്നത്. എന്തുവാ കാര്യം? ഈ ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തും യൂട്യൂബിനകത്തും ഒക്കെ ഓരോ വീഡിയോ കണ്ടങ്ങ് ചിരിക്കുക. ഇപ്പം സംസ്കാരവും ഇല്ല, ശൂന്യതയും ഇല്ല.